Hello everyone, welcome to MHS 017 Block 1 Unit 1. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ കാണുന്ന പോലെ തന്നെ നമ്മൾ MHS 07 ബ്ലോക്ക് 1 യൂണിറ്റ് 1ലേക്കാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കടക്കുന്നത്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റിലെ തന്നെ നമ്മൾ പറയുന്നത്. ഹോസ്പിറ്റൽസിൽ അതുപോലെ ഹെൽത്ത് കെയർ സെക്ടറിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ സപ്ലൈ ചെയിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ സെക്ഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന്, ലോജിസ്റ്റിക്സ്, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മറ്റ് ഇൻഡസ്ട്രിയുമായിട്ട് എന്താണ് വ്യത്യാസം, ഹോസ്പിറ്റലിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റീവ്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സുമാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 1ല്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടറിൽ ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടുതലും പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു ബോട്ടിൽ ഇൻസുലിൻ നമുക്ക് ഒരു രോഗിയുടെ കയ്യിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് സർജിക്കൽ ഗ്ലൗസ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും? ഒരു ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു പാക്കറ്റ് ഗ്ലൗസ് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഇൻസുലിൻ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലൂടെ തന്നെയാണ്, അല്ലെങ്കിൽ സപ്ലൈ ചെയിനിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു പാക്കറ്റ് ഓഫ് സർജിക്കൽ ഗ്ലൗസ് അല്ലെങ്കിൽ പാക്കറ്റ് ഓഫ് ഗ്ലൗസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഇതിലൂടെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ബേസിക് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്സ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. പാർട്ട് 1ല് ഫൗണ്ടേഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഫോർ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. ഇതെല്ലാം ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ എങ്ങനെയാണ് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 1ല് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. എന്താണ് സപ്ലൈ ചെയിൻ? നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ് സപ്ലൈ ചെയിൻ എന്നറിയണം, അല്ലെ? അപ്പൊ നമ്മൾ ഇതില് കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണ്, ലോജിസ്റ്റിക്സ് എന്താണ്, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്താണ്, അതുപോലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ പെക്യുലാരിറ്റീസ്, ഇതൊക്കെയാണ് യൂണിറ്റ് 1ല് പറയുന്നത്. സോ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, ഡെഫിനേഷൻ ആൻഡ് ബേസിക് കൺസെപ്റ്റ്സ്, പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പെക്യുലാരിറ്റീസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെ ഷോർട്ട് ആയിട്ട് SCM എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം എന്താണ് സപ്ലൈ ചെയിൻ എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റിലെ തന്നെ പറയാൻ പോകുന്നത്. എന്താണ് സപ്ലൈ ചെയിൻ? ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ ഇതിനു മുമ്പ് സപ്ലൈ ചെയിൻ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ സപ്ലൈ ചെയിൻ എന്നാല് ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വെയർ ഹൗസ് മാത്രമല്ല, ഇതൊരു നെറ്റ്വർക്ക് ആണ്. സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്ക് ഓഫ് സപ്ലയേഴ്സ്, മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഹോസ്പിറ്റൽസ് ആൻഡ് റെഗുലേറ്റേഴ്സ്, ഇതെല്ലാം ചേർന്നതാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഒരു ചെയിൻ ആണ്, ഒരു നെറ്റ്വർക്ക് ആണ്. സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ആണ്. ഏതിന്റെയൊക്കെ നെറ്റ്വർക്ക് ആണ്? സപ്ലയേഴ്സിന്റെ, മാനുഫാക്ചറേഴ്സിന്റെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ, ഹോസ്പിറ്റൽസ് ആൻഡ് റെഗുലേറ്റേഴ്സിന്റെ ഒരു എല്ലാം കൂടി ചേർന്നതാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് കെയറിൽ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ ചെയിൻ എന്നാണ് പറയുന്നത്. ഈ റോ മെറ്റീരിയൽ സപ്ലയർ, ലൈക് പ്ലാസ്റ്റിക് ഫോർ സിറിഞ്ചിനുള്ള പ്ലാസ്റ്റിക്കിൽ കൊടുക്കുന്ന റോ മെറ്റീരിയൽസ് ഈ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട് ഹെൽത്ത് കെയറിൽ ഈ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നതാണ് റോ മെറ്റീരിയൽ സപ്ലയർ. റോ മെറ്റീരിയൽ സപ്ലയർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിറിഞ്ചുകൾ, അതിന്റെ പ്ലാസ്റ്റിക്
അതാണല്ലോ. അപ്പൊ സിറിഞ്ച് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് വേണം. അപ്പൊ ഈ പ്ലാസ്റ്റിക് വിതരണം ചെയ്യുന്നതാണ് റോ മെറ്റീരിയൽ സപ്ലയർ എന്ന് പറയുന്നത്. പിന്നെ ഡ്രഗ് ഓർ ഡിവൈസ് മാനുഫാക്ചർ. ഓക്കെ, ഇതൊക്കെ നെറ്റ്വർക്ക് സപ്ലയറിൽ പെടുന്നതാണ്. ഡ്രഗ് ഓർ device manufacturers, distributor and warehouses, hospital, pharmacies and stores, doctor, nurse and finally the patients. അപ്പൊ ഇത്രയും ആൾക്കാരാണ് ഈ ഒരു സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമ്മൾ ഹെൽത്ത് കെയറുമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആയിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ സപ്ലൈ ചെയിനിന്റെ നമ്മൾ ഒരു ഡെഫിനിഷൻ പോലെ കൊടുക്കുന്നുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് ഇന്റർകണക്ടഡ് പാർട്ടിസിപ്പേറ്റിംഗ് കമ്പനീസ് ദാറ്റ് ആഡ് വാല്യൂ ടു എ സ്ട്രീം of transformed inputs from their source of origin to the end products or service that are demanded by the designed end customers. അപ്പോൾ അവസാനം കസ്റ്റമേഴ്സിൽ പല വഴിയിലൂടെ അവസാനം കസ്റ്റമേഴ്സിൽ എത്തുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം റോ മെറ്റീരിയൽസ് ടു ഫൈനൽ സ്റ്റേജ്. ആദ്യത്തെ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? സപ്ലയേഴ്സ് അല്ലെ, റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന. ഇപ്പൊ നമ്മൾ സിറിഞ്ചിന്റെ കാര്യം പറഞ്ഞു, പ്ലാസ്റ്റിക് വിൽക്കുന്ന ആള് അല്ലെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്രിയേറ്റ് ചെയ്യുന്ന അവരെയാണ് നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പേഷ്യൻസിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ആ പേഷ്യൻസിലേക്ക് എത്തുന്ന ആ ഒരു ചെയിനെ അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിനെയാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അതായത് ആ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, റീറ്റെയിലേഴ്സ്, കാരിയേഴ്സ് ആൻഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്. ഇതൊക്കെയാണ് ആ നെറ്റ്വർക്കിൽ പെടുന്നത്. ഇനി സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ, ടെക്നോളജി, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഇൻഫോർമേഷൻ, ഇതെല്ലാം സപ്ലൈ ചെയിനിൽ വരുന്നതാണ്. ഇനി സപ്ലയേഴ്സിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് ഓർ കമ്പോണൻസ്. റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. മാനുഫാക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? പ്രൊഡ്യൂസ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ സർവീസ്. അതായത് അവർ മാനുഫാക്ചറിങ് ചെയ്തു, ഇനി അത് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ചെല്ലും. നമ്മൾ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്ലയേഴ്സ് അവർ ആ ഒരു റോ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? അത് ആ പ്ലാസ്റ്റിക് ആയിട്ട് മാനുഫാക്ചറിന്റെ കയ്യിൽ കൊടുക്കുന്നു. മാനുഫാക്ചറർ അത് സിറിഞ്ച് ആക്കി മാറ്റി അത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ബൾക്ക് മൂവ്മെന്റ്. ഇവർ എന്ത് ചെയ്യുന്നു? റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ ഈ സിറിഞ്ച് റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ അല്ലെങ്കിൽ വെണ്ടേഴ്സിന്റെ കയ്യിൽ കൊടുക്കുന്നു. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ സെൽസ് ഓർ പ്രൊവൈഡ്സ് ഡയറക്ട് ടു കസ്റ്റമേഴ്സ്. ഈ റീറ്റെയിലേഴ്സ് ആയിരിക്കും നമ്മുടെ ഫാർമസി എന്ന് പറയുന്നത്. ഫാർമസിന്ന് എന്ത് ചെയ്യുന്നു? കസ്റ്റമറിലേക്ക് എത്തുന്നു. ഈ ഒരു നെറ്റ്വർക്കിനെയാണ് സപ്ലൈ ചെയിൻ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 3 എസെൻഷ്യൽ ഫ്ലോസ് ആണ് സപ്ലൈ ചെയിനിൽ വരുന്നത്. സപ്ലൈ ചെയിനിൽ 3 എസെൻഷ്യൽ ഫ്ലോസ് വരുന്നുണ്ട്. മെറ്റീരിയൽ ഫ്ലോ, ഇൻഫോർമേഷൻ ഫ്ലോ, ഫണ്ട് ഓർ ഫിനാൻസ് ഫ്ലോ. എന്താണ് മെറ്റീരിയൽ ഫ്ലോ? റോ മെറ്റീരിയൽ ടു ഫൈനൽ പ്രൊഡക്ട്സ് ഓർ സർവീസ് ഇൻക്ലൂഡ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്, റിട്ടേൺസ് ആൻഡ് റീസൈക്കിൾ. മെറ്റീരിയൽസ് ഫ്ലോ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻ റിവേഴ്സ് ലോജിസ്റ്റിക്സ്. ഇതാണ് മെറ്റീരിയൽ ഫ്ലോ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ മെറ്റീരിയൽ മുന്നോട്ട് പോവുക, കസ്റ്റമറിന്റെ അടുത്തേക്ക് എത്തുന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽ തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഡിഫാൾട്ട് വന്നിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാനായിട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെയാണ് മെറ്റീരിയൽസ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കസ്റ്റമറിൽ എത്തുന്നു, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡിഫാൾട്ട് വന്നിട്ട് തിരിച്ച് ഇവരിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇങ്ങനെയാണ് മെറ്റീരിയൽ ഫ്ലോ നടക്കുന്നത്. അടുത്തത് ഇൻഫോർമേഷൻ ഫ്ലോ ആണ്. എസെൻഷ്യൽ ലിങ്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ് ബൈ ഡയറക്ടർ റിക്വയർസ് റിയൽ ടൈം വിസിബിലിറ്റി. ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഇൻവെന്ററി സ്റ്റാറ്റസ്, എക്സ്പയറി ഡേറ്റ്സ്, ഇതൊക്കെയാണ് ഇൻഫോർമേഷൻ ഫ്ലോയിൽ വരുന്നത്. എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പ്രവചിക്കുകയാണ് എന്തായിരിക്കും ഇനി ഫ്യൂച്ചറിൽ വരിക. ലൈക്ക് നമുക്ക് കത്തീഡ്രൽസ് എത്ര വേണം ഒരു ഹോസ്പിറ്റല്, അല്ലെങ്കിൽ എത്ര സർജിക്കൽ ഗ്ലൗസസ് വേണം, എത്ര സിറിഞ്ച് വേണം എന്നുള്ളത് ഡിമാൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത്. അതുപോലെ ഇൻവെന്ററി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇനി സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ പ്രൊഡക്റ്റും എന്താണ് എക്സ്പയറി ആയി പോകുന്നത്. എക്സ്പയറി ആയി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് പർച്ചേസ് ചെയ്ത് വെക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻഫോർമേഷൻ ഫ്ലോയിൽ വരുന്നത്. അടുത്തത് ഫണ്ട് ഓർ ഫിനാൻസ് ഫ്ലോ ആണ്. മണി ഫ്ലോ ഇൻവോൾവിംഗ്
ക്രെഡിറ്റ് കണ്ടീഷൻസ്, പേയ്മെന്റ് ടേംസ് ആൻഡ് ഫിനാൻഷ്യൽ എഗ്രിമെന്റ്സ്. അപ്പൊ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് കൊടുക്കണം അല്ലെ? ആ മെറ്റീരിയൽസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ കൊടുക്കണം. അത് ഇനി ഡിസ്ട്രിബ്യൂട്ടർ, മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ പൈസ കൊടുക്കണം. ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ നിന്ന്, റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കണം. അപ്പൊ അതാണ് ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഇതിലെ പേയ്മെന്റ് വരുന്നുണ്ട്, ക്രെഡിറ്റ് ടേംസ്, നമ്മൾ പേയ്മെന്റ് ടേംസ്, ക്രെഡിറ്റ് കണ്ടീഷൻസ്, ഓരോ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. അതുപോലെ പേയ്മെന്റിന് കുറെ ടേംസ് ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ എഗ്രിമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് ഇൻഷുറൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കുറിച്ച് കാര്യങ്ങളൊക്കെയാണ് ഫണ്ട് ഓർ ഫിനാൻസ് ഫ്ലോയിൽ വരുന്നത്. ഇനി ഇതിന്റെ എനുമറേറ്റ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ഇൻ ദി സപ്ലൈ ചെയിൻ ഓഫ് സിറിഞ്ച്. ഇപ്പൊ ഒരു സിറിഞ്ചിന്റെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിറിഞ്ചിന്റെ ആ ഒരു ഇതിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോ റോ മെറ്റീരിയൽ സപ്ലയർ, പ്ലാസ്റ്റിക് റോ മെറ്റീരിയൽ സപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ജനറേറ്റ് ചെയ്യുന്ന ആള്, മാനുഫാക്ചറിങ് ഓഫ് സിറിഞ്ചസ്, ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് സിറിഞ്ചസ്, റീറ്റെയിൽ ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റമർ ഓർ ഡോക്ടർ ഓർ പേഷ്യന്റ്, ക്വാളിറ്റി കൺട്രോൾ റെഗുലേറ്ററി ഏജൻസി. അതായത് നമ്മൾ സർജിക്കൽ ഗ്ലൗസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിറിഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇപ്പൊ സർജിക്കൽ ഗ്ലൗസ് ആണ് ഇവിടെ എക്സാമ്പിൾ, സിറിഞ്ച് ആണ് ഇവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പൊ സിറിഞ്ചിന്റെ അവിടെ എന്താണ്? പ്ലാസ്റ്റിക് നമുക്ക് കിട്ടണം. അത് പിന്നെ മാനുഫാക്ചർ എന്ന് പറയുന്നത് നിർമ്മാതാവ് അല്ലെ, അത് നിർമ്മിക്കുന്ന ആള്, സിറിഞ്ച് നിർമ്മിക്കുന്ന ആളിലേക്ക് എത്തുന്നു. അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ എത്തുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തുന്നു. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അതൊന്നെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇതിന്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? ക്വാളിറ്റി കൺട്രോൾ റെഗുലേറ്ററി ഏജൻസീസും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ക്വാളിറ്റി ഉള്ള സിറിഞ്ചുകളാണോ പേഷ്യൻസിന് കൊടുക്കുന്നത് എന്നുള്ളതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഇടയിൽ നോക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് എന്താണ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സപ്ലൈ ചെയിൻ ആ ഒരു മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ആ സപ്ലൈ ചെയിനിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഇത്രയും ആൾക്കാർ. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ 3 ഫ്ലോയിൽ ഏതെങ്കിലും ഒന്ന് തടസ്സപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? അപ്പൊ 3 ഫ്ലോയിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ? ഏതൊക്കെയാണ് ആ 3 ഫ്ലോ? മെറ്റീരിയൽ ഫ്ലോ, ഇൻഫോർമേഷൻ ഫ്ലോ, ഫണ്ട് ഓർ ഫിനാൻഷ്യൽ ഫ്ലോ. ഈ 3 ഏതെങ്കിലും ഒരെണ്ണത്തില് തടസ്സം വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം വരിക? ഒബ്വിയസ്ലി പേഷ്യന്റ് കെയർ ആണ് തടസ്സപ്പെടുന്നത് അല്ലെ? പേഷ്യൻസിനെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കെയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ നെറ്റ്വർക്കിനെ സജീവമായി കൈകാര്യം ചെയ്യുന്ന പ്രോസസ്സാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇടയിൽ അത് 3 ഫ്ലോയിന്റെ ഇടയിൽ എന്തെങ്കിലും തടസ്സം വരുന്ന സമയത്ത് ലിസ്റ്റ് ദ 3 എസെൻഷ്യൽ ഫ്ലോസ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. 3 എസെൻഷ്യൽ ഫ്ലോ ആണ് മെറ്റീരിയൽ ഫ്ലോ, ഇൻഫർമേഷൻ ഫ്ലോ, ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാല് അല്ലെങ്കിൽ ഒരു തടസ്സം വന്നാല് അതൊക്കെ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് encompasses the planning and management of all activities involved in sourcing and procurement, conversion and all logistics management activities. കൗൺസിൽ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രൊഫഷണൽസ് പറയുന്നത് പ്ലാനിങ്, മാനേജിങ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ സോഴ്സിംഗ്, പ്രൊക്യൂർമെന്റ്, കൺവേർഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. ഇതെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ വരുന്ന കീ ആസ്പെക്ട്സ് ആണ് കോർഡിനേഷൻ, നെറ്റ്വർക്ക്സ്, വാല്യൂ മാക്സിമൈസേഷൻ. ഇത് 3ഉമാണ് കീ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാനേജിംഗ് റിസോഴ്സ് ടു കോർഡിനേറ്റ് ആക്ടിവിറ്റി അക്രോസ് ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സുമായിട്ട് ഒരു കോർഡിനേഷൻ വേണം. ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓർഗനൈസേഷന്റെ ഇടയിൽ ഒരു കോർഡിനേഷൻ വേണം. അതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നെറ്റ്വർക്ക്സ് ആണ്. മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക്, നോട്ട് ജസ്റ്റ് എ ലീനിയർ ലൈൻ. ഒരു ചെറിയൊരു ലൈൻ മാത്രമല്ല, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈൻ മാത്രമല്ല, പല മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക് ഉണ്ട്, പല നെറ്റ്വർക്ക്സ് വരുന്നുണ്ട്. അതായത് ഒരു വെബാണ്, അതൊരു സിംഗിൾ ലൈൻ മാത്രമല്ല, ഒരു വെബ് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് വാല്യൂ
മാക്സിമൈസേഷൻ ആണ്. ആൾസോ കോൾഡ് ആസ് സപ്ലൈ ചെയിൻ സർപ്ലസ്. സപ്ലൈ ചെയിൻ സർപ്ലസ് എന്നും കൂടി വാല്യൂ മാക്സിമൈസേഷന് നമ്മൾ പറയാറുണ്ട്. മാക്സിമൈസിങ് ടോട്ടൽ വാല്യൂ ജനറേറ്റഡ് ഫോർ ഓൾ സ്റ്റോക്ക് ഹോൾഡേഴ്സ്. അതായത് മൊത്തത്തിലുള്ള മാക്സിമം വാല്യൂ ജനറേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയണത്, ഈ ഒരു വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം, റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ഇനി അടുത്തത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൺസെപ്ച്വൽ മോഡൽ ആണ്. SCM എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. അതിന്റെ കൺസെപ്ച്വൽ മോഡൽ അല്ലെങ്കിൽ കമ്പോണൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. SCM has three conceptual components that leads to overall concept. അതായത് 3 കൺസെപ്ച്വൽ മോഡൽ ആണ് വരുന്നത്. സപ്ലൈ ചെയിൻ കൺഫിഗറേഷൻ, സപ്ലൈ ചെയിൻ റിലേഷൻഷിപ്പ്, സപ്ലൈ ചെയിൻ കോർഡിനേഷൻ. ഇങ്ങനെ 3 കമ്പോണൻസ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ വരുന്നത്. ഫസ്റ്റ് വൺ സപ്ലൈ ചെയിൻ കൺഫിഗറേഷൻ ആണ്. ഇതിനെ ആർക്കിടെക്ചർ സപ്ലൈ ചെയിൻ എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. ഇതില് മെയിൻ ആയിട്ട് പറയുന്നത് who the stakeholders are, what roles they play, who owns which activities and how distribute is set up. ഇപ്പൊ സപ്ലൈ ചെയിൻ കൺഫിഗറേഷനിൽ പറയുന്നത് who the stakeholders are, ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വാട്ട് റോൾസ് ദേ പ്ലേ, എന്താണ് അവര് ചെയ്യുന്ന, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണ്, who owns which activities, ആര് എന്ത് പ്രവർത്തനമാണ് അവിടെ ചെയ്യുന്നത്, ആൻഡ് ഹൗ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സെറ്റപ്പ്, ഇനി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഈ ഇത്രയും കാര്യങ്ങളാണ് സപ്ലൈ ചെയിൻ കൺഫിഗറേഷനിൽ വരുന്നത്. അടുത്തത് സപ്ലൈ ചെയിൻ റിലേഷൻഷിപ്പ് ആണ്. ഇന്റർ ഓർ ഇൻട്രാ ഫ്രെയിം ലിങ്ക്സ് ആണ് പറയുന്നത്. അപ്പൊ ഇന്റർ ഫ്രെയിം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഇന്റർ ഫേം എന്ന് പറയുന്നത്. ആൻഡ് വിത്തിൻ എ കമ്പനിയാണ് ഇൻട്രാ ഫേം. മറ്റ് കമ്പനിയിലെ മറ്റ് റിലേഷനുമായിട്ടുള്ള ബന്ധത്തിനെയാണ് നമ്മൾ ഇന്റർ ഫേം എന്നും പറയുന്നത്. കമ്പനിയുടെ ഉള്ളിലുള്ള തമ്മിലുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ഇൻട്രാ ഫേം എന്നും പറയുന്നത്. The relationship can be ranged from a simple transaction, just buying or selling. നമുക്ക് ചെറിയൊരു റിലേഷനിൽ നമുക്കിത് കമ്പനീന്റെ ഇടയിൽ റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിലൂടെ നമ്മൾ ആ കമ്പനിയുമായിട്ട് റിലേഷൻ ആവുകയാണ്. ടു എ ഡീപ് പാർട്ട്ണർഷിപ്പ്, ഷെയറിംഗ് വിഷൻ ആൻഡ് ലോങ് ടേം പ്ലാനിങ്. ഇനി ഡീപ്പ് ആയിട്ടുള്ള റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിഷൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ലോങ് ടേം പ്ലാനിങ് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഒരു കമ്പനിയായിട്ട് ഉണ്ടാവുന്നത്. റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് സപ്ലൈ ചെയിൻ കോർഡിനേഷൻ ആണ്. സപ്ലൈ ചെയിൻ കോർഡിനേഷൻ ബിറ്റ്വീൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനിന്റെ ഉള്ളില് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ആണ് സപ്ലൈ ചെയിൻ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ഏതൊക്കെ? സപ്ലൈ ചെയിൻ കൺഫിഗറേഷൻ, സപ്ലൈ ചെയിൻ റിലേഷൻഷിപ്പ്, സപ്ലൈ ചെയിൻ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കോർ കമ്പോണൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. കോർ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊക്യൂർമെന്റ്. ഫസ്റ്റ് കോർ കൺസെപ്റ്റ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഫസ്റ്റ് വരുന്നത് പ്രൊക്യൂർമെന്റ് ആണ്. പ്രൊക്യൂർമെന്റ് ഡീൽസ് വിത്ത് ദ സോഴ്സിംഗ് ആൻഡ് പർച്ചേസിംഗ് ഓഫ് സപ്ലൈസ് ഫ്രം സപ്ലൈസ് മാനുഫാക്ചേഴ്സ്. അതായത് എന്താണ്? കോർ കമ്പോണൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് പ്രൊക്യൂർമെന്റ്. നമ്മൾ നേരത്തെ വായിച്ച പോലെ തന്നെ ഡീൽസ് വിത്ത് സോഴ്സിംഗ് ആൻഡ് സപ്ലൈയിങ് ഓഫ് പർച്ചേസിംഗ് ഓഫ് സപ്ലൈസ് ഫ്രം സപ്ലയർ മാനുഫാക്ചേഴ്സ്. അതായത് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങുന്നതിനാണ് നമ്മൾ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. ബാലൻസിങ് സ്റ്റോക്ക് ലെവൽ ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ഓർ സ്റ്റോക്ക് ഔട്ട്സ് കൺസിഡർ എക്സ്പിറേഷൻ. അതായത് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഔട്ട്, അവോയ്ഡിങ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത് സപ്ലൈ ചെയ്യുക, വെറുതെ സപ്ലൈ ചെയ്യുക. അപ്പൊ സിറിഞ്ചൊക്കെ 50 സിറിഞ്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും എന്താ പറയാ, മാക്സിമം എന്ത് ചെയ്യുക, എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ അത് സെയിൽ ചെയ്യാനായിട്ട് നോക്കുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് അവിടെ ഇരിക്കാനായിട്ട് ഇടവരുത്താതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഔട്ട് ചെയ്യാനായിട്ട്, സ്റ്റോക്ക് ഔട്ട് ചെയ്യാനായിട്ട്
നോക്കാം. അടുത്തത് ലോജിസ്റ്റിക്സ് ആണ്. മാനേജിംഗ് ദി ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൗസ് ഓഫ് മെഡിക്കൽ പ്രൊഡക്ട്സ്. നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ, മെയിൻ ആയിട്ട് അവിടെ ട്രാൻസ്പോർട്ടും വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജും, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ലോജിസ്റ്റിക്സിൽ വരുന്നത്. ഒന്ന് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെന്റ് ഓഫ് വൺ ഐറ്റം ടു അനദർ പ്ലേസ് അല്ലെ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്പോർട്ടേഷനും വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ആ ഒരു ഐറ്റംസ് ഇപ്പൊ സിറിഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്തിട്ട് എന്താണ് അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഇതാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എൻഷുറിംഗ് ടൈംലി ഡെലിവറി ഓഫ് സപ്ലൈസ് ടു വേരിയസ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്. അതായത് സമയത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ലൈക്ക് ടു വാർഡ്സ്, OPD അല്ലെങ്കിൽ ICUസിലൊക്കെ ആയിട്ട് നമ്മൾ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക വന്നിട്ടുള്ള മെറ്റീരിയൽസ്. ഓക്കെ, ഇത്രയാണ് കമ്പോണൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ്, ഡിസ്ട്രിബ്യൂഷൻ. ഈ 4 കമ്പോണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ്. അതിനു മുമ്പ് നമുക്ക് ഏറ്റവും വിച്ച് വൺ ഈസ് ദ ഹാർഡസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ? ഈ ഒരു 4 ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഏതാണ്? ഓക്കെ, നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ തിങ്ക് ചെയ്യുക. ഈ 4 നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്: പ്രൊക്യൂർമെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ്, ഡിസ്ട്രിബ്യൂഷൻ. ഈ 4 ഏതായിരിക്കും ഏറ്റവും ഹാർഡസ്റ്റ് വൺ? യെസ്, ലോജിസ്റ്റിക്സ് തന്നെയാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ അതാണ് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ദ എഫിഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ആണ്. അപ്പോ ബോത്ത് ഇൻസൈഡ് ആൻഡ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ, 2 ഓർഗനൈസേഷൻസ് തമ്മിലും ഓർഗനൈസേഷന്റെ ഉള്ളിലും ഗുഡ്സ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ആണ് മെയിൻ ആയിട്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോജിസ്റ്റിക്സിനെ ജനറൽ ആയിട്ടുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന് നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ, സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ്, സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ കീപ്പിംഗ് പ്രൊഡക്ട്സിനെ അവിടെ വെക്കുകയാണ്. അതുപോലെ തന്നെ പ്രൊഡക്ട്സിന് മൂവ് ചെയ്യുന്നതും ഈ ലോജിസ്റ്റിക്സ് ആണ്. ഇനി ടു യൂട്ടിലിറ്റി ഇൻ ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സിൽ 2 യൂട്ടിലിറ്റി വരുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്ലേസ് യൂട്ടിലിറ്റി ആണ്. മൂവിങ് വാക്സിൻസ് ഫ്രം എ സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ടു എ റൂറൽ ക്ലിനിക്. ഒരു സെൻട്രൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റൂറൽ ക്ലിനിക്കിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ മൂവിങ്ങിനെയാണ് പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്രൈം യൂട്ടിലിറ്റി ആണ്. എമർജൻസി മെഡിസിൻ 24 മണിക്കൂർ ലഭ്യമാക്കുക. അതാണ് ടൈം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് സമയത്ത് എത്തിക്കാനായിട്ട് നോക്കുന്നതാണ് ടൈം യൂട്ടിലിറ്റി. പ്ലേസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിക്കാൻ, പ്ലേസ് യൂട്ടിലിറ്റി. ഇത് രണ്ടുമാണ് ലോജിസ്റ്റിക്സിൽ വരുന്ന 2 യൂട്ടിലിറ്റീസ്. അടുത്തത് എലമെന്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. CMSS ഇന്ത്യയിൽ 18 വെയർ ഹൗസ് ഉണ്ട്. അവർ മരുന്നുകൾ ഡയറക്റ്റ് ആയിട്ടും സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വഴിയും വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ടെമ്പറേച്ചർ കൺട്രോള്, ഓൺലൈൻ ഇൻവെന്ററി ട്രാക്കിംഗ്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോ റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഈസ് ആൾസോ ക്രൂഷ്യൽ. അപ്പൊ നമ്മൾ പറഞ്ഞു ലോജിസ്റ്റിക്സ് ക്രൂഷ്യൽ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ആണെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ റിവേഴ്സ് ലോജിസ്റ്റിക്സും അതുപോലെ ഹാർഡാണ്. എന്താ റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്, നമ്മള് കയറ്റി വിട്ട ഒരു സാധനം തിരിച്ചു വരികയാണ്, റിപ്പയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീസൈക്ലിംഗ് ചെയ്യാനായിട്ട് തിരിച്ചു വരുന്നതാണ്. അതും തിരിച്ചു വരുന്നതും ഒരു ക്രൂഷ്യൽ പാർട്ടാണ് അല്ലെ? എന്താണ്, തകരാറ് വന്ന വെന്റിലേറ്റേഴ്സ് തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ റീയൂസബിൾ ആയിട്ടുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് റീപ്രോസസിങ് ചെയ്യുക. ഇതും ഒരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സിന്റെ ഒരു പാർട്ട് തന്നെയാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി വൈ ലോജിസ്റ്റിക്സ് ഈസ് മോർ എക്സ്പെൻസീവ് ഇൻ ഹെൽത്ത് കെയർ ദാൻ ഇൻ റീറ്റെയിൽ. എന്തുകൊണ്ടാണ് ലോജിസ്റ്റിക്സ് വളരെയധികം എക്സ്പെൻസ് ആണെന്ന് പറയാൻ കാരണം? എന്തായിരിക്കും കാരണം? ലോജിസ്റ്റിക്സ് വളരെയധികം എക്സ്പെൻസ് ആണെന്ന് പറയാൻ കാരണം എന്തായിരിക്കും? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ടെമ്പറേച്ചർ കൺട്രോള്, എക്സ്പയറി, റെഗുലേഷൻ, അൺഈവൻ ഡിമാൻഡ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് വളരെയധികം മീൻസ് എക്സ്പെൻസീവ് ആണ്. കാരണം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണം, എക്സ്പയറി ഡേറ്റ് നോക്കണം, റെഗുലേഷൻ നോക്കണം, അൺഈവൻ ഡിമാൻഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ്. മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ നമ്മൾ സ്ലൈഡിൽ കാണുന്നത്. എ സയന്റിഫിക് ടെക്നിക് കൺസേൺഡ് വിത്ത് ദ പ്ലാനിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഫ്ലോസ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം ദെയർ ഇനീഷ്യൽ പർച്ചേസ് ത്രൂ ഇന്റേണൽ ഓപ്പറേഷൻസ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ ടു ദി സർവീസ് പോയിന്റ്. അതായത് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ്, മെയിൻ ആയിട്ട് പ്ലാൻ ചെയ്യുക, അതുപോലെ കൃത്യമായിട്ട് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക അല്ലെ, പ്ലാൻ ചെയ്ത കാരണം കൃത്യമായിട്ട് നടപ്പിലാക്കുക, അത് കൺട്രോൾ ചെയ്യുക, മെറ്റീരിയൽസിന്റെ ഫ്ലോ ഇത്രയും പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇതാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഹോസ്പിറ്റലിന്റെ ഉള്ളില് ഉള്ള കൺട്രോളിംഗ് ആണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽ മാനേജ്മെന്റിന് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. 5 റൈറ്റ്സ് ആണ് മെറ്റീരിയൽ മാനേജ്മെന്റിന്, 5 റൈറ്റ്സ് ആണ് വരുന്നത്. റൈറ്റ് മെറ്റീരിയൽ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്. അപ്പൊ റൈറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മെറ്റീരിയൽ ഓഫ് റിക്വയർഡ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് സ്പെസിഫിക്കേഷൻ. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞപ്പോ ഞാൻ വെന്റിലേറ്റർ ആണ് ആവശ്യപ്പെട്ടത് എന്നുണ്ടെങ്കിൽ എനിക്ക് വെന്റിലേറ്റർ തന്നെയാണ് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ അതാണ് റൈറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഞാൻ എന്താണോ ആവശ്യപ്പെട്ടത് അതന്നെ ആയിരിക്കണം എനിക്ക് കിട്ടേണ്ടത്. ഇനി റൈറ്റ് ടൈം, ഞാൻ ഇന്നാണ് ആവശ്യപ്പെടുന്നത്, ഇന്ന് രാത്രി 8:30 എനിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, കൃത്യം 8:30 ആകുമ്പോ ആ സാധനം എന്റെ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതാണ് റൈറ്റ് ടൈം എന്ന് പറയുന്നത്. അവൈലബിൾ ഓൺ ടൈം വെൻ നീഡഡ്, എഫിഷ്യന്റ് മൂവ്മെന്റ്, റെഡ്യൂസ് ലീഡ് ടൈം. അപ്പോ എനിക്ക് ഇന്ന് രാത്രി 8:30 വെന്റിലേറ്റർ വേണ്ടത്, അപ്പൊ കൃത്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം, 8:30 തന്നെ അത് എത്തണം. അതാണ് റൈറ്റ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റൈറ്റ് പ്ലേസ്, സ്റ്റോർഡ് അറ്റ് കറക്റ്റ് ലൊക്കേഷൻസ് ആൻഡ് ഡെലിവർ ടു ദി ഡെസ്റ്റിനേഷൻ പ്ലേസ്. ഇനി എനിക്ക് ആ റൈറ്റ് പ്ലേസ് എന്ന് പറയുന്നത് എനിക്ക് എറണാകുളത്താണ് അത് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ആ പ്ലേസ്, ഞാൻ ആവശ്യപ്പെട്ട പ്ലേസ് ഏതാണ്, എറണാകുളമാണ്. അപ്പൊ എനിക്ക് കറക്റ്റ് എന്ത് ചെയ്യണം, എറണാകുളത്ത് തന്നെ ആ സാധനം എത്തണം. അതാണ് റൈറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് ക്വാണ്ടിറ്റി, ഞാൻ ആവശ്യപ്പെടുന്നത് 3 വെന്റിലേറ്റർ ആണ്. അപ്പൊ എനിക്ക് 2 വെന്റിലേറ്റർ കിട്ടിയിട്ട് കാര്യമുണ്ടോ, ഇല്ല. എനിക്ക് 3 വെന്റിലേറ്റർ ആണ് ആവശ്യപ്പെട്ടത്, അപ്പൊ എനിക്ക് 3 വെന്റിലേറ്റർ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ഓർ അണ്ടർ സ്റ്റോക്കിംഗ് ടു മിനിമൈസ് വേസ്റ്റ്. അപ്പൊ റൈറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ 3 ആവശ്യപ്പെട്ടു, 4 കൊണ്ടുവന്നാല് എന്തായിരിക്കും, ഓവർ സ്റ്റോക്കിംഗ് ആയിരിക്കും അല്ലെ. എനിക്കത് പിന്നെ ഒരു വെന്റിലേറ്ററും കൂടി ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ എനിക്കത് ആവശ്യമില്ല. അപ്പൊ ഞാനത് പർച്ചേസ് ചെയ്യില്ല. അപ്പൊ ആ ഒരു വെണ്ടറിന്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്ക് എന്തായിരിക്കും, അത് ഓവർ സ്റ്റോക്കിംഗ് ആയിട്ട് മാറും. അപ്പൊ നെക്സ്റ്റ് അണ്ടർ സ്റ്റോക്കിംഗ് ആണ്. ഞാൻ 3 ആവശ്യപ്പെട്ട് 2 കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തില്ല, മതിയായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഐറ്റം ഇല്ല. അപ്പൊ റൈറ്റ് ക്വാണ്ടിറ്റിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ആൻഡ് റൈറ്റ് പ്രൈസിൽ, ഇപ്പൊ ഞാന് 1,00,000 വെന്റിലേറ്റർ വാങ്ങാൻ പോണതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും അല്ലെ. ആ ബഡ്ജറ്റിൽ തന്നെ എനിക്ക് എന്ത് കിട്ടണം, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ വെന്റിലേറ്റർ എനിക്ക് കിട്ടണം. അക്വയർഡ് അറ്റ് ആൻ എക്കണോമിക്കൽ കോസ്റ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി. ഇനി 1,00,000 സാധനം ആണെന്നുണ്ടെങ്കിലും അതിന് തീരെ നിലവാരമില്ലാത്ത വെന്റിലേറ്റർ ആവരുത് അല്ലെ. ഞാൻ അത്രയും പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ ആ പ്രൈസിനുള്ള ക്വാണ്ടിറ്റി പ്രൈസിനേക്കാൾ കൂടുതലുള്ള ക്വാളിറ്റിയിൽ വേണം ആ സാധനം കിട്ടാനായിട്ട്. അപ്പൊ 5 റൈറ്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ 5 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ 5 റൈറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, റൈറ്റ് മെറ്റീരിയൽ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്. അപ്പൊ മെറ്റീരിയൽ മാനേജ്മെന്റിൽ ഒരു മെറ്റീരിയൽ റൈറ്റ് മെറ്റീരിയൽ, റൈറ്റ് ടൈമില്, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് പ്രൈസിൽ വേണം കസ്റ്റമറിന്റെ കയ്യിൽ എത്താനായിട്ട്. ഇനി അടുത്തത് പറയുന്നത് ഫങ്ഷൻസ് ആണ്. കീ ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് പറയുന്നത്. എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഫസ്റ്റ് വൺ ആണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, പ്രിഡിക്റ്റിംഗ് റിക്വയർമെന്റ്സ്. എന്താണ് എന്നുള്ളത് ഡിമാൻഡ് ചെയ്യുക. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രവചിക്കുകയാണ് എന്താണ് ഇനി വേണ്ടത്. നോക്കുകയാണെങ്കിൽ ഹൗ മെനി കത്തീഡ്രൽസ് നെക്സ്റ്റ് വീക്ക്, അടുത്ത വീക്കില് എത്ര കത്തീഡ്രൽസ് ആണ് ഞാൻ
വാങ്ങേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാണ്, മീൻസ് ഫോർകാസ്റ്റ് ചെയ്യാണ്. നെക്സ്റ്റ് വേസ്റ്റ് റിഡക്ഷൻ, മിനിമൈസിങ് വേസ്റ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഓവർ സ്റ്റോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഒബ്വിയസ്ലി ഞാൻ ആ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കും. സ്റ്റോർ റൂമിൽ വെച്ചിട്ട് അത് തുരുമ്പ് എടുക്കാനോ അല്ലെങ്കിൽ അത് ആരും യൂസ് ചെയ്യാതെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അത് പ്രൈസ് വെറുതെ വേസ്റ്റ് ആയി പോവാണ്. അപ്പൊ അതുകൊണ്ട് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. എക്സ്പയറി ഡേറ്റ് കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഡാമേജ്, തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ നോക്കണം. അടുത്തത് വെണ്ടർ മാനേജ്മെന്റ് ആണ്. സെലക്ടിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് സപ്ലൈസ്. നമ്മൾ സപ്ലൈസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെണ്ടറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ എത്തിക്സിനനുസരിച്ചുള്ള ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ആ വെണ്ടറെ നമ്മൾ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ മാത്രമല്ല, ലോങ് ടേമിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ വെണ്ടറിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും സാധിക്കണം. നാലാമത്തെയാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. ട്രാക്കിംഗ് ലെവൽസ്, ബാലൻസ് സ്റ്റോക്ക്. ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, റീഓർഡേഴ്സ് ലെവൽ, അതായത് ഇൻവെന്ററി കൺട്രോൾ ചെയ്യുക, സ്റ്റോർ ചെയ്യുന്ന സാധനം പ്രിസർവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കുക. അഞ്ചാമത്തെ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ടൈമിലി ഡെലിവറി. നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് ടൈമിൽ അവിടെ എത്തിക്കണം. അടുത്തത് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ് ആണ്. സ്പേസ് യൂട്ടിലൈസേഷൻ. നമുക്കിപ്പോ ഒരു 2 വെന്റിലേറ്റർ വെക്കാനുള്ള സ്പേസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 2 വെന്റിലേറ്റർ വെച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് വെക്കാനും കൂടിയുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ചിലപ്പോൾ സ്റ്റോർ ചെയ്തേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ അവിടെ വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റോറേജ് സ്പേസ് വേണം. സ്റ്റോറേജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വെയർ ഹൗസിന് അത്രയും ഉള്ള എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ആണ്. ഇൻസ്പെക്ടിങ് ഓൺ അറൈവൽ ആൻഡ് സ്റ്റോറേജ്. അതായത് അത് വരുന്ന സമയത്ത് ഇപ്പൊ ഒരു വെന്റിലേറ്റർ നമ്മൾ സാമ്പിൾ നോക്കി പർച്ചേസ് ചെയ്തു, അത് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, നല്ല ക്വാളിറ്റി ആണോ, ക്വാളിറ്റി ഉള്ള ഐറ്റം ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതുപോലെ മൂവ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അത് മൂവ് ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം വെന്റിലേറ്റർ നമ്മൾ മാനുഫാക്ചറിന്റെ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് എത്തുമ്പോഴേക്കും അത് നശിച്ചു പോകരുത് അല്ലെങ്കിൽ കേടാവരുത്. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ആണ് മെറ്റീരിയൽ മാനേജ്മെന്റിൽ വരുന്നത്. അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിനു മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഫങ്ഷൻസിന്റെ. ഇനി ഹോസ്പിറ്റൽ ഫാർമസി. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ 2000 തരം വസ്തുക്കളാണ് ഉള്ളത്. അപ്പൊ മെറ്റീരിയൽ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിൽ വരുമ്പോ ഫാർമസിയിലൊക്കെ വരുന്ന സമയത്ത് ആന്റിബയോട്ടിക്സ് തീർന്നു പോവുകയോ അല്ലെങ്കിൽ മെഡിസിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോവുകയോ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എന്താകും, അത് കൂട്ടിക്കിടക്കും അല്ലെ. അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് കൂടിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്തായാലും വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. എന്താണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്നാണ് ചോദിക്കുന്നത്. ഹാൻഡ്ലിംഗ് ദ മൂവ്മെന്റ് ഓഫ് പ്രൊഡക്ട്സ് ബാക്ക് ഇൻ സപ്ലൈ ചെയിൻ ഫോർ റിട്ടേൺ, റിപ്പയർ ഓർ ഡിസ്പോസൽ. അതായത് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൊടുത്തയച്ച സാധനം എന്തെങ്കിലും ആവശ്യത്തിന് റിപ്പയറിന് വേണ്ടിയിട്ടൊക്കെ തിരിച്ചു വരുന്നതാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് ഒബ്ജക്റ്റീവ്സ്, മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? യെസ്, 5 റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് മെറ്റീരിയൽ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്. ഈ 5 ആണ് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് എടുത്ത ഈ ഒരു സെക്ഷനിൽ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് മെറ്റീരിയൽ മാനേജ്മെന്റ് എങ്ങനെയാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് സപ്ലൈ ചെയിൻ എന്നും, എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്താണ്, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഇന്നെടുത്ത കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
പിന്നെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. അപ്പോൾ താങ്ക് യു.